CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മഞ്ചേരി സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഗുരുതരമായ ചികിത്സാ പിഴവ് സംഭവിച്ചതായി പരാതി. ശസ്ത്രക്രിയക്കിടെ 73-കാരിയുടെ കാലിലെ പ്രധാന ഞരമ്പ് മുറിഞ്ഞുപോയതായാണ് ബന്ധുക്കളുടെ ആക്ഷേപം. സംഭവത്തെ തുടർന്ന് ആരോഗ്യനില വഷളായ വയോധികയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. CPM നേതൃത്വത്തിന്റെ തെറ്റായ നയങ്ങളാണ് പാർട്ടിയെ തകർച്ചയിലേക്ക് എത്തിച്ചതെന്നും തിരുത്തൽ വരുത്തുമെന്ന പ്രഖ്യാപനം ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയുള്ളതാണെന്നും മുൻ MLA PK ശശി. ചെർപ്പുളശ്ശേരി ഏരിയ സെക്രട്ടറിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച PK ശശി ചെർപ്പുളശ്ശേരിയുടെ നഗരവികസനം താൻ കൊണ്ടുവന്ന പദ്ധതിയാണെന്നും പറഞ്ഞു. വിദ്യാർത്ഥികൾക്ക് എല്ലാ മാസവും 3 ദിവസം ആർത്തവ അവധി നൽകുന്നതിൽ സ്ത്രീ സമൂഹത്തിൽ നിന്ന് പരാതിയുണ്ടെങ്കിൽ പുനഃപരിശോധിക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N ശംസുദ്ദീൻ. പ്രവേശനോത്സവത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പും പൂർത്തിയായതായും മന്ത്രി പറഞ്ഞു. ഇരുചക്രവാഹനത്തിൽ സഞ്ചരിക്കവേ കാട്ടുപന്നി കുറുകെ ചാടി ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർക്ക് പരിക്ക്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായ അനിതയ്ക്കാണ് പരിക്കേറ്റത്. CPM നേതൃത്വത്തിന്റെ തെറ്റായ നയങ്ങളാണ് പാർട്ടിയെ തകർച്ചയിലേക്ക് എത്തിച്ചതെന്നും തിരുത്തൽ വരുത്തുമെന്ന പ്രഖ്യാപനം ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയുള്ളതാണെന്നും മുൻ MLA PK ശശി. ചെർപ്പുളശ്ശേരി ഏരിയ സെക്രട്ടറിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച PK ശശി ചെർപ്പുളശ്ശേരിയുടെ നഗരവികസനം താൻ കൊണ്ടുവന്ന പദ്ധതിയാണെന്നും പറഞ്ഞു. കാരണം ഇടതുപക്ഷം എന്ന് പറയുന്നത് കേരളത്തിലെ മനുഷ്യന്റെ പക്ഷമാണ്. ആ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ദുർബലപ്പെടുത്തിയത്, അത് മാഞ്ഞില്ലാതാക്കിയത് വ്യവസ്ഥാപിതമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ്. അതിൽ CPI ഉണ്ട്, CPM ഉണ്ട്. ആ CPIM-ന് കഴിഞ്ഞ ഈ ഏറ്റവും അവസാനത്തെ 2ാമത്തെ ടേമിലുള്ള ഭരണം, പ്രത്യേകിച്ച് ആ 5 കൊല്ലക്കാലത്തെ ഭരണത്തിനിടയിൽ പരിപൂർണമായും ഇടതുപക്ഷ നയങ്ങളിൽ നിന്ന് വ്യതിചലിക്കുകയും കേരളത്തിലെ ജനങ്ങളുടെ വിശ്വാസത്തിൽ നിന്ന് മാറി നിൽക്കുകയും കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുകയും ചെയ്യുന്ന ഏറ്റവും ദയനീയമായൊരു പതനത്തിലേക്ക് CPM എത്തിച്ചത് ഇപ്പോഴത്തെ സംസ്ഥാന നേതൃത്വവും പാലക്കാട് ജില്ലയിലെ നേതൃത്വം, ഇതുപോലെയുള്ള ജില്ലകളിൽ പല ജില്ലകളിലും ഇത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഈ വലിയ തകർച്ച വന്നു. ഇനി CPM-ന് കേരളത്തിൽ രക്ഷപ്പെടാൻ കഴിയില്ല. കാരണം അത്രയും വലിയ തകർച്ചയാണ് സംഭവിച്ചിട്ടുള്ളത്. ഈ തകർച്ചയിൽ നിന്ന് CPM-ന് മോചനമില്ല. ചെർപ്പുളശ്ശേരിയിൽ ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് ഫെഡറേഷൻ ഷൊർണൂർ നിയോജക മണ്ഡലം കമ്മിറ്റി രൂപീകരണത്തിനെത്തിയപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഷൊർണൂർ മണ്ഡലത്തിൽ പാർട്ടിയുടെ വോട്ട് വലിയ തോതിൽ കുറഞ്ഞു. ഇതൊന്നും പാർട്ടി അന്വേഷിക്കുന്നില്ല. കാരണം പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ വിശ്വസ്തനാണ് ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറി എന്നും PK ശശി പറഞ്ഞു. അതെല്ലാ കാലത്തും നടത്താറുണ്ട്. അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടായില്ല തെരഞ്ഞെടുപ്പ്. അത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്, ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പിലും കണ്ട. അതിൻ്റെ മുമ്പ് ഇടക്കിടക്ക് ഇങ്ങനെ തിരുത്തും. രേഖ വരും. CPM-ൻ്റെ പ്രധാനപ്പെട്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ രേഖയാണ്. ആ രേഖ വെച്ചിട്ട് 2 ദിവസം ചർച്ച ചെയ്യും. ജില്ലാ കമ്മിറ്റി സെക്രട്ടേറിയറ്റ് ഒരു ദിവസം ചർച്ച ചെയ്യും. 2 ദിവസം ജില്ലാ കമ്മിറ്റി, 3 ദിവസത്തെ ആയുസ് പോയി. പിന്നെ 12 ദിവസവും 14 ദിവസവും നീണ്ടു നിൽക്കുന്ന പഠന ക്ലാസ് EMS അക്കാഡമിയിൽ വെച്ച് നടത്തും. അതൊരു ഒഴിഞ്ഞ കെട്ടിടം. അവിടെ എന്തെങ്കിലും വേണ്ടേ? 14 ദിവസം. അപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകൻ്റെ 14 ദിവസത്തെ ആയുസും പോയി. ഇതിലൊന്നും ക്രിയേറ്റീവായിട്ടുള്ള റിസൾട്ട് ഇന്നേവരെ ഉണ്ടാക്കാൻ CPM-ന് കഴിഞ്ഞിട്ടില്ല. ഇപ്പം നടത്തുന്ന തിരുത്തലൊക്കെ ഇപ്പം ഈ ആളുകളെ ബോധ്യപ്പെടുത്താനുള്ളതാണ്. ഞങ്ങൾ തോറ്റിട്ടില്ല. ഇപ്പോൾ ഇവിടെ ഒറ്റപ്പാലത്ത് മത്സരിച്ചിട്ടില്ല, ഞാൻ നിങ്ങളോട് പറയാം ഞാൻ തോറ്റിട്ടില്ല എന്ന് പറഞ്ഞാൽ വല്ല അർത്ഥമുണ്ടോ? തോറ്റതാണ്, അത് അംഗീകരിക്കണം. തോറ്റതാണ്, തോൽവി അംഗീകരിക്കാനുള്ള മനസ്സുണ്ടാവണം. അതല്ല കാണിക്കുന്നത്. ഇപ്പോൾ ഷൊർണൂർ മണ്ഡലത്തിൽ വോട്ട് കുത്തനെ കുറഞ്ഞില്ലേ? 1 ലക്ഷത്തോളം വോട്ടുകൾ പാലക്കാട് ജില്ലയിൽ കുറഞ്ഞു. എന്താ കാരണം? പാർട്ടി പരിശോധിക്കില്ല. എന്താ കാരണം? പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിന് സംസ്ഥാന സെക്രട്ടറി ഉണ്ടല്ലോ, അയാൾ ഏറ്റവും വിശ്വസ്തനാണ്. ഈ തോന്നിവാസങ്ങളെല്ലാം കാണിക്കുന്ന ഈ നേതൃത്വം. അതുകൊണ്ട് ഇവർ തിരുത്തില്ല. ഇവർ ഒരിക്കലും തിരുത്താൻ പോകുന്നില്ല. തങ്ങൾ ഇപ്പോൾ ടീം UDF ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. സഹകരണ സ്ഥാപനങ്ങൾ വഴി നടത്തുന്ന അഴിമതികൾ ജനങ്ങൾക്ക് മുന്നിൽ പുറത്തു കൊണ്ടുവരുമെന്നും ഇതു സംബന്ധിച്ച് സർക്കാർ തലത്തിൽ അന്വേഷണം ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. CMP-യിൽ ചേരുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണെന്നും PK ശശി പറഞ്ഞു. ഞങ്ങളുടെ കൊടി, ചുവന്ന കൊടി
ചുവന്ന പതാകയായിരിക്കും. ചെമ്പതാക ഞങ്ങൾ ആരും ആർക്കും വിട്ടുകൊടുക്കില്ല. CMPയിൽ ചേരുന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ തമ്മിൽ ആലോചിച്ചുകൊണ്ട് CMPയിൽ ചേരുന്നതാണ് നല്ലതെങ്കിൽ CMPയിൽ ചേരാൻ ഒരു പ്രയാസം ഞങ്ങൾക്ക് ഉണ്ടാവില്ല. അത്തരത്തിലുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. നല്ല രൂപത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. 3 റൗണ്ട് ചർച്ച കഴിഞ്ഞു. നല്ല ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ചെർപ്പുളശ്ശേരിയുടെ നഗരവികസനം പൂർത്തിയാക്കാൻ സാധിച്ചതിൽ വലിയ അഭിമാനമുണ്ട്. എന്നാൽ ഇതിന്റെ ക്രെഡിറ്റ് സ്വന്തമാക്കാനാണ് ഇപ്പോൾ പലരും ശ്രമിക്കുന്നത്. സർക്കാരിനോട് ഇതുവരെ ഒരു സ്ഥാനവും താൻ ആവശ്യപ്പെട്ടിട്ടില്ല. തന്നെ വീട്ടിലിരുത്താനാണ് CPM ഇപ്പോൾ ശ്രമിക്കുന്നത്. എന്നാൽ താൻ എന്നും ജനങ്ങൾക്കൊപ്പം ഉണ്ടാകും. ഇപ്പോഴത്തെ ചെർപ്പുളശ്ശേരി ഏരിയ സെക്രട്ടറിക്ക് ആ സ്ഥാനം ലഭിക്കാൻ തന്റെ കാലു പിടിക്കേണ്ടി വന്നിട്ടുണ്ടെന്നും അന്ന് അയാൾ ആത്മഹത്യാ ഭീഷണി വരെ മുഴക്കിയപ്പോഴാണ് താൻ ആ സ്ഥാനം നൽകിയതെന്നും PK ശശി ആരോപിച്ചു. എൻ്റെ ഞാൻ സ്വപ്നം കണ്ടിട്ടുള്ള ഒരു യാഥാർത്ഥ്യമായതൊരു വലിയ ആത്മവിശ്വാസം, ഒരു വലിയ ചാരിതാർത്ഥ്യം എനിക്കുണ്ട്. ഇപ്പം അതിൻ്റെയൊക്കെ ഓസിയിൽ അവകാശിയാകാൻ വേണ്ടി നടക്കില്ല ഈ വിദ്വാൻ. അത് നാട്ടിലെ ജനങ്ങൾക്കറിയില്ലേ? ഇതാരത് കൊണ്ടുവന്നത്? ഇവിടുന്ന് തുടങ്ങി വെച്ചത്. ഇതിനാവശ്യമായി സ്ഥലം വിട്ടുകൊടുത്ത് അതിനാവശ്യമായിട്ടുള്ള യോഗം വിളിച്ചത് ആരാണ്? എല്ലാവർക്കും നാട്ടിലെ ജനങ്ങൾക്ക് അറിഞ്ഞില്ല. ഇവിടുത്തെ കച്ചവടക്കാരോട് ചോദിക്കുന്നത്, ഇവിടുത്തെ ആ സ്ഥലം വിട്ടു തന്ന ആളുകളോട് ചോദിക്കും, ആര് പറഞ്ഞിട്ടാണ് വിട്ടു തന്നു? ഞാനാണല്ലോ അവരുടെ നേരിട്ട് അവരെ വീടുകളിൽ പോയിട്ടാണ് സംസാരിച്ചത്. അങ്ങനെ ഉണ്ടായിരുന്നു. ഈ PK ശശി ടീം UDFന്റെ ഭാഗമായതോടുകൂടി വീണ്ടും KTDCന്റെ ചെയർമാൻ ആവുമെന്ന് അയ്യോ, അതൊന്നും എനിക്കറിയില്ല. ഞാനൊന്നും അങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടില്ല. എൻ്റെ മുമ്പിൽ ജനങ്ങളല്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കി, ശശി എല്ലാ കാലത്തും ജനങ്ങളെ കൂടിയാണ്. ശശി എല്ലാ കാലത്തും ജനങ്ങളുടെ കൂടിയാണ്. ജനങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ടുള്ള ഒരു ജീവിതം ശശിയെ സംബന്ധിച്ച് മരിക്കുന്നവരെ ഉണ്ടാകില്ല. അത് ഞാൻ തെരഞ്ഞെടുപ്പിൽ നിന്നപ്പോൾ പറഞ്ഞില്ല. ജനങ്ങളിൽ നിന്ന് ഞാൻ എപ്പോൾ മാറി നിൽക്കുന്നു അന്ന് നിങ്ങൾ ഉറപ്പിച്ചോളണം ശശി മരണപ്പെട്ടു. ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ടല്ലാതെ ഇപ്പം രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഇന്ന് കാലത്തും തന്നെ എത്ര ആളുകളാണ് എന്നെ കാണാൻ വന്നിരിക്കുന്നത് അറിയണം. പരിപാടികൾ കഴിഞ്ഞ് കാരാകുശി പോയി, അലനല്ലൂർ പോയി, തിരിച്ച് വീട്ടിലെത്തിയപ്പോഴേക്ക് ഒരു 8-10 ആൾ കാത്തിരിക്കുക. എൻ്റെ വീട്ടിൽ കാത്തിരിക്കുക, എന്നെ കാത്തിരിക്കുക അവരുടെ പ്രശ്നങ്ങൾ പറയാൻ വേണ്ടി. അതിലെല്ലാം ഇടപെടുന്ന ഒരു രീതിയാണ് എനിക്കുള്ളത്. ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് മുമ്പോട്ട് പോകും. എന്നെ ഒരു പ്രശ്നങ്ങളിലും ഇടപെടാൻ അനുവദിക്കാതെ എന്നെ വീട്ടിലിരുത്താമെന്ന് കണ്ടക്ടർ CPMൻ്റെ നേതാക്കന്മാരുണ്ടല്ലോ, അവർ നിരാശരായി വൈകുന്നു. ആർക്കെ നിങ്ങൾക്കറിഞ്ഞൂടെ? ഈ പാലക്കാട്ടെ ആ കസേരമേലിക്കാരി കുത്തിരിക്കുന്നില്ലേ ഇവരുന്ന്? ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന് ഞാൻ പറയില്ല, സെക്രട്ടറി ഒന്നും ഞാൻ പറയാൻ പോകുന്നില്ല. ഒരു ക്വാളിറ്റി ഇല്ലാത്തൊരുത്തം. ഈ ചെർപ്പുളശ്ശേരിയിൽ നിന്ന് അത്തരത്തിലുള്ള പുറകിൽ ഒരു കുത്തലുണ്ടായിട്ടുണ്ട്. എവിടെ? ശശിയെന്നെതിരെ ചെർപ്പുളശ്ശേരി ഇതൊക്കെ പറയാൻ നിൽക്കുകയാണെങ്കിൽ സമയം കുറവ് വേണ്ടിയാണ്. ഇപ്പം ഇവിടുത്തെ വലിയ നേതാവായിട്ട് നിൽക്കുന്ന വിദ്വാൻ ഉണ്ടല്ലോ, ആ വിദ്വാൻ എൻ്റെ വീട്ടിൽ വന്ന് കരഞ്ഞ് കാല് പിടിച്ചിട്ട് എനിക്ക് സെക്രട്ടറി ആവണം, ഒരു ടീം സെക്രട്ടറി ആയിട്ട്, പിന്നെ ഞാൻ നാടിന്ന് വിട്ടാലും വേണ്ടില്ല, അല്ലെങ്കിൽ കിട്ടിയില്ലെങ്കിൽ ഞാൻ ആത്മഹത്യക്കെന്ന് പറഞ്ഞ വിദ്വാൻ. നിങ്ങൾക്കറിയോ? അത് ഇയാൾ ഉമ്മർഖാനെ കൂട്ടിയിട്ടാണ് എൻ്റെ വീട്ടിൽ വന്നത്. ഉമ്മർഖാനെ കൂട്ടിയിട്ടാണ് വന്നത്. ഉമ്മർഖാനോടുള്ള ബഹുമാനം വെച്ചിട്ട് അന്ന് ഞാൻ പറഞ്ഞത് ശരി അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ സെക്രട്ടറി ആയത്. നിങ്ങൾക്കറിയോ? അല്ലെങ്കിൽ വേറൊരാളാണ് ആവേണ്ടിയിരുന്നത്. ആളുടെ പേര് ഞാനിപ്പോൾ പറയുന്നില്ല, കാരണം അയാളിപ്പോൾ ഇതിനകത്ത് നിന്ന് പഠിച്ചു പോട്ടെ. CCN ചെർപ്പുളശ്ശേരി. മഞ്ചേരി സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഗുരുതരമായ ചികിത്സാ പിഴവ് സംഭവിച്ചതായി പരാതി. ശസ്ത്രക്രിയക്കിടെ 73-കാരിയുടെ കാലിലെ പ്രധാന ഞരമ്പ് മുറിഞ്ഞു പോയതായാണ് ബന്ധുക്കളുടെ ആക്ഷേപം. സംഭവത്തെ തുടർന്ന് ആരോഗ്യനില വഷളായ വയോധികയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. നിലമ്പൂർ ചുങ്കത്തറ സ്വദേശിനി പാർവതിയാണ് ചികിത്സാ പിഴവിന് ഇരയായത്. കടുത്ത കാൽവേദനയെ തുടർന്നാണ് ഇവർ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയെത്തിയത്. പരിശോധനയിൽ തുടയെല്ലിന് തേയ്മാനമുണ്ടെന്നും ശസ്ത്രക്രിയ വേണമെന്നും ഡോക്ടർമാർ നിർദ്ദേശിക്കുകയായിരുന്നു. തുടർന്ന് കഴിഞ്ഞ 12-ാം തീയതി ശസ്ത്രക്രിയയ്ക്ക് വിധേയയാക്കി. എന്നാൽ സർജറി കഴിഞ്ഞതു മുതൽ പാർവതിക്ക് കാലിൽ കടുത്ത വേദന അനുഭവപ്പെടുകയും കാൽ നീല നിറമായി മാറുകയും ചെയ്തു. ആശങ്കയിലായ ബന്ധുക്കൾ ഇവരെ ഉടൻ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഇവിടെ വിദഗ്ധ ഡോക്ടർമാർ നടത്തിയ പരിശോധനയിലാണ് മഞ്ചേരിയിൽ വെച്ച് നടന്ന ശസ്ത്രക്രിയക്കിടെ കാലിലെ പ്രധാന ഞരമ്പ് മുറിഞ്ഞു പോയതായി കണ്ടെത്തിയത്. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഡോക്ടറുടെ ഭാഗത്തു നിന്നുണ്ടായത് ഗുരുതരമായ അനാസ്ഥയാണെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. സ്കാൻ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു പുറത്തുനിന്ന് സ്കാൻ ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുതരാൻ പറഞ്ഞു. അപ്പോൾ ഒരു പറഞ്ഞു കൊണ്ടു തന്നാലും ഇവിടെ നോക്കാൻ ഡോക്ടർമാരൊന്നുമില്ല, ഇവിടെ പഠിക്കുന്നവർ മാത്രമേ ഉള്ളൂ, ഇപ്പോൾ സ്റ്റുഡൻറ്റ് മാത്രമേ ഉള്ളൂ, നിങ്ങൾ വേറെ എങ്ങോട്ടേലും കൊണ്ടുപോയിക്കോളിയാണ്. അപ്പോഴത്തേനും ഡോക്ടർ പോയി കണ്ട് ആംബുലൻസൊക്കെ വിളിച്ച് കോഴിക്കോട്ടേക്ക് പോകാൻ നമ്മളറിഞ്ഞില്ല. അപ്പോൾ ലാസ്റ്റ് ഒരു പറഞ്ഞു ആംബുലൻസ് താഴെ വരും, അതിൽ കയറിയാൽ മെഡിക്കൽ കോളേജിൽ ഇറങ്ങാൻ പറ്റുള്ളൂ, വേറെ എവിടെ ഇറങ്ങാൻ പറ്റില്ല, നിങ്ങൾ എന്നാലും രോഗിനെ കൊണ്ട് പോയിക്കാറ്. കുറേ പേപ്പറിൽ നമ്മളെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ച് ഉപരി പോയിക്കാറിന് ഞങ്ങളെ വീട്ടിൽ. അവിടെ പോയി നോക്കിയപ്പോഴാണ് വലത് കാലിൻ്റെ നരമ്പ് മേലെന്ന് മുറിഞ്ഞിട്ട്
അത് മടക്കി സ്റ്റാപ്ലർ അടിക്കി വെച്ച കാര്യം സ്കാൻ ചെയ്തപ്പോൾ അവർ പറയുന്നത്. നമുക്കറിയില്ലല്ലോ, നമ്മളിത് കാലിങ്ങനെ കാണുമ്പോൾ വൈകുന്നേരം ആയപ്പോഴത് അറിയണത് കറുത്ത കാര്യമൊക്കെ. അങ്ങനെയാണ് ഇപ്പോൾ പ്രശ്നം. കാരണം അവിടെ എത്ര രോഗികൾ വരുന്നതാണ്. ഓരിപ്പോൾ എല്ലാവരോടും ഇതേമാതിരിയൊക്കെ കാട്ടി അങ്ങനെ വയസ്സായതാണ് എഴുതിയിട്ട് നോക്കാവുന്നൊരു കാര്യമുണ്ടോ. നടന്നു പോയതാണ് എൻ്റെ അമ്മേൻ്റെ അമ്മയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് എത്തിയപ്പോഴാണ് ഈ നരമ്പ് മുറിഞ്ഞ കാര്യം ഞങ്ങൾ അറിയുന്നത്. സംഭവത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും ആരോഗ്യവകുപ്പ് ഡയറക്ടർക്കും കുടുംബം ഔദ്യോഗികമായി പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ ഡോക്ടർ നിലവിൽ വിദേശത്താണെന്നാണ് മഞ്ചേരി മെഡിക്കൽ കോളേജ് അധികൃതർ നൽകുന്ന വിശദീകരണം. അദ്ദേഹം മടങ്ങിയെത്തിയ ശേഷം മാത്രമേ ശസ്ത്രക്രിയയ്ക്കിടെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നതിൽ വ്യക്തത വരുത്താൻ സാധിക്കൂ എന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. CCN പെരിന്തൽമണ്ണ. ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിക്കവേ കാട്ടുപന്നി കുറുകെ ചാടി ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർക്ക് പരിക്ക്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായ അനിതയ്ക്കാണ് പരിക്കേറ്റത്. ഞായറാഴ്ച രാവിലെ കുളക്കാട്ടുകുറിശ്ശിയിൽ നിന്നും ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിക്കുകയായിരുന്ന ഇവരെ കാട്ടുപന്നി ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. പരിക്കേറ്റ അനിതയെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രദേശത്ത് കാട്ടുപന്നി ശല്യം രൂക്ഷമാണെന്നും ജനങ്ങളുടെ ജീവനും സ്വത്തിനും നിരന്തരം ഭീഷണിയാകുന്ന വന്യമൃഗശല്യത്തിന് അടിയന്തരമായി ശാശ്വത പരിഹാരം കാണാൻ അധികൃതർ തയ്യാറാകണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. CCN കടമ്പഴിപ്പുറം. ആത്മവിശ്വാസത്തോടെ ചുവടുവയ്ക്കാൻ ഓരോ പെൺമനസ്സും ആഗ്രഹിക്കുന്ന ലേറ്റസ്റ്റ് മോഡൽ ചെരുപ്പുകളുടെ വൻ ശേഖരവുമായി പോഷർ കടമ്പഴിപ്പുറത്ത് പ്രവർത്തനം ആരംഭിച്ചു. ഒറ്റപ്പാലം MLA K പ്രേംകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ഓഫീസ് ആവശ്യങ്ങൾക്കും പാർട്ടികൾക്കും ഒരുപോലെ ഇണങ്ങുന്ന ലേറ്റസ്റ്റ് ഹീൽസുകൾ, ഫ്ലാറ്റ്സുകൾ, ഹാൻഡ് ബാഗുകൾ, മറ്റു ലേഡീസ് ആക്സസറികൾ എന്നിവയുടെ വൻ ശേഖരവുമായാണ് പോഷ് ഹെയർ കടമ്പഴിപ്പുറത്ത് പ്രവർത്തനം ആരംഭിച്ചത്. കടമ്പഴിപ്പുറം പാരാമൗണ്ട് റെസ്റ്റോറന്റിന് എതിർവശത്താണ് ഈ പുതിയ ഷോപ്പ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഒറ്റപ്പാലം MLA K പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു. കടമ്പഴിപ്പുറത്തിന്റെ ഉയർച്ചയ്ക്ക് പോഷ് ഹെയർ വലിയ മുതൽക്കൂട്ടാകുമെന്ന് MLA പറഞ്ഞു. കടമ്പഴിപ്പുറത്ത് സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള ഒരു നല്ല ഷോപ്പ്, പ്രീമിയം ഷോപ്പ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. 3 ചെറുപ്പക്കാർ ചേർന്ന് നടത്തുന്ന ഒരു പുതിയ സംരംഭമാണ്. നേരത്തെ ജെൻസിന് വേണ്ടി മാത്രമായ ഒരു സംരംഭവും ഇവിടെ ആരംഭിച്ചത് ഞാൻ തന്നെയാണ് ഉദ്ഘാടനം ചെയ്തത്. ഇന്ന് ഈ സംരംഭവും ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞുള്ള സന്തോഷം ഏവരെയും അറിയിക്കുകയാണ്. എക്സ്ക്ലൂസീവ്ലി സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ ചെരുപ്പ്, ബാഗ്, വാച്ച് തുടങ്ങിയ സാധനങ്ങളാണ് ഇവിടെ ജനങ്ങൾക്കായിട്ട് നൽകുന്നത്. നല്ല സേവനം ജനങ്ങൾക്ക് നൽകി മികച്ച വിശ്വാസ്യത നേടി ഉയർച്ചയിലേക്ക്, വളർച്ചയിലേക്ക് ഈ സ്ഥാപനത്തിന് മുന്നോട്ട് പോകാനാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വനിതകൾക്കായി ഏറ്റവും പുതിയ ഫാഷൻ ട്രെൻഡുകളിലുള്ള ഗുണമേന്മയേറിയ ചെരുപ്പുകളും ബാഗുകളും കോസ്മെറ്റിക്സ് ഉൽപ്പന്നങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഷോപ്പ് ഒരുക്കിയിട്ടുള്ളതെന്ന് മാനേജ്മെന്റ് അറിയിച്ചു.
ചടങ്ങിൽ പ്രദേശത്തെ വ്യാപാരികളും മാനേജ്മെന്റ് കുടുംബാംഗങ്ങളും സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തുള്ളവരും നാട്ടുകാരും പങ്കെടുത്തു. CCN കടമ്പഴിപ്പുറം. ചെർപ്പുളശ്ശേരി നന്മ സാംസ്കാരിക കേന്ദ്രം ആൻഡ് പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ബലിപെരുന്നാൾ ആഘോഷം സംഘടിപ്പിച്ചു. ചെർപ്പുളശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ KT ജംസിയ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്കായാലും വലിയവർക്കായാലും ജനപ്രതിനിധികളായാലും അല്ലെങ്കിൽ പൊതു സാമൂഹ്യ രക്ഷക്കായാലും എല്ലാ സാമൂഹ്യ പ്രവർത്തനങ്ങളിലെല്ലാം കയ്യൊപ്പ് ചാർത്തി മുന്നോട്ട് പോകുന്ന ഒരു കൂട്ടായ്മ തന്നെയാണ്. അതിൽ യാതൊരുവിധ സംശയവും എനിക്കിതുവരെ തോന്നിയിട്ടില്ല. ഇനിയും അത്തരത്തിലുള്ള സാമൂഹ്യ പ്രവർത്തനത്തിൽ ചേർന്നുകൊണ്ട് നന്മക്ക് മുന്നോട്ട് പോവാൻ കഴിയട്ടെ. ഈ ഒരു വേദിയുടെ ഉദ്ഘാടന കർമ്മം എല്ലാവരുടെയും സമ്മതത്തോടു കൂടി അനുവാദത്തോടു കൂടി സന്തോഷം നിർവഹിച്ചതായി അറിയിക്കുന്നു. ചടങ്ങിൽ മുഹമ്മദ് അഫ്ലഹ് തങ്ങൾ മുഖ്യ പ്രഭാഷണം നടത്തുകയും പെരുന്നാൾ സന്ദേശം കൈമാറുകയും ചെയ്തു. സമ്മാനങ്ങൾ നേടണം, അതും ഈ നന്മ സാംസ്കാരിക കേന്ദ്രത്തിൽ വെച്ച് ഇത്രയും മഹൽ വ്യക്തിത്വങ്ങളുടെ മുമ്പിൽ സമ്മാനം നേടണമെന്ന ചിന്ത കൊണ്ടാണ് അവരുടെയൊക്കെ കൈകളിലും അവരുടെയൊക്കെ ചുണ്ടുകളിലും ഒരുപാട് കവിതകളും കഥകളും മറ്റൊക്കെ വിരിയുന്നത് ഞാൻ കാണുന്നു. പരിശുദ്ധ ഖുർആനും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ വേദഗ്രന്ഥങ്ങളും ഈ നന്മയെ പ്രോത്സാഹിപ്പിക്കുന്നതായാണ് കാണാൻ സാധിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ, നന്മക്ക് പകരമായി നന്മകളല്ലാതെ മറ്റെന്താണ് ഉള്ളത്. ഇവിടെ അധ്യക്ഷ ഭാഷണത്തിൽ ബാലകൃഷ്ണൻ മാസ്റ്റർ പറഞ്ഞതുപോലെ ഇവിടെ നമ്മൾ ഈ നന്മകൾ മറ്റൊക്കെ ചെയ്യുന്നത് ഇനി വരാനിരിക്കുന്ന ജീവിതങ്ങളിൽ അതുപോലെ ഒരുപാട് സൗഖ്യങ്ങളും സുഖങ്ങളും ഒക്കെ നേടാൻ വേണ്ടി മാത്രമാണ്. നന്മ വൈസ് ചെയർമാൻ K ബാലകൃഷ്ണൻ അധ്യക്ഷനായി. സെക്രട്ടറി C രാധാകൃഷ്ണൻ, നഗരസഭാ വാർഡ് കൗൺസിലർ സമീറ ഗഫൂർ എന്നിവർ സംസാരിച്ചു. ആഘോഷങ്ങളുടെ ഭാഗമായി വിപുലമായ കലാപരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത്. മാപ്പിളപ്പാട്ട് മത്സരം, മെഹന്തി ഫെസ്റ്റും നടന്നു. CCN ചെർപ്പുളശ്ശേരി. +2 പരീക്ഷയിൽ തിളക്കമാർന്ന വിജയം നേടിയതിനു പിന്നാലെ കൗമാരക്കാരൻ കുളത്തിൽ വീണ് മരിച്ചു. തെങ്കര കുളവള്ളി വീട്ടിൽ സതീഷിന്റെ മകൻ അക്ഷയാണ് മരണപ്പെട്ടത്. തെങ്കര വാളക്കര മൂത്താരുകാവിനു സമീപത്തെ കുളത്തിലാണ് അപകടം സംഭവിച്ചത്. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലത്തിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടി അക്ഷയ് വലിയ വിജയം സ്വന്തമാക്കിയിരുന്നു. ഈ വിജയത്തിന്റെ സന്തോഷവും ആഘോഷങ്ങളും നിലനിൽക്കുന്നതിനിടയിലാണ് നാടിനെയാകെ കണ്ണീരിലാഴ്ത്തിയ അപ്രതീക്ഷിത ദുരന്തം സംഭവിച്ചത്. വിദ്യാർത്ഥികൾക്ക് എല്ലാ മാസവും 3 ദിവസം ആർത്തവ അവധി നൽകുന്നതിൽ സ്ത്രീ സമൂഹത്തിൽ നിന്ന് പരാതിയുണ്ടെങ്കിൽ പുനഃപരിശോധിക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N. ഷംസുദ്ദീൻ.
പ്രവേശനോത്സവത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പും പൂർത്തിയായതായും മന്ത്രി പറഞ്ഞു. പ്രവേശനോത്സവത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ആയിട്ടുണ്ട്. ഞങ്ങൾ വന്ന് ഇപ്പോൾ 12-13 ദിവസമേ ആകുന്നുള്ളൂ. വന്ന ഉടനെ തുടങ്ങിയ പ്രവർത്തനങ്ങൾ അതുമായി ബന്ധപ്പെട്ടതാണ്. പാഠപുസ്തകങ്ങളൊക്കെ സ്കൂളുകളിൽ എത്തിച്ചു. യൂണിഫോം വിതരണം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. അതുപോലെ തന്നെ സ്കൂളുകളൊക്കെ അതിൻ്റെ ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ട് ചില പ്രതിസന്ധികളുണ്ടായിരുന്നു, അത് തീർത്തു. അല്ല, അതൊരു പൊതു നിർദ്ദേശത്തെ തുടർന്നുണ്ടായ അതുമായി ബന്ധപ്പെട്ടൊരു തീരുമാനമാണ്. ഈ പ്രാവശ്യത്തെ നമ്മുടെ ഗവർണേഴ്സ് അഡ്രസ് നയപ്രഖ്യാപനത്തിൽ സ്ത്രീകളോടും പെൺകുട്ടികളോടും അനുഭാവപൂർണമായി അങ്ങനെ ഒരു സമീപനം സ്വീകരിക്കുമെന്ന് ഗവൺമെൻറ് പ്രഖ്യാപിക്കുക. അപ്പോൾ അത് വളരെ നന്മ നിറഞ്ഞ ഒരു ഉദ്ദേശമാണ് അതിലുള്ളത്. നമുക്കറിയാം, ആ ഒരു പീരീഡിൽ വളരെ പ്രയാസം അനുഭവിക്കുന്ന സഹോദരിമാരും പെൺമക്കളുമുണ്ട്. അപ്പോൾ അവർക്ക് അന്നൊരു അനുവദനീയമായ ലീവ് ഉണ്ടായാൽ അവരെ ആ ദിവസം ജോലി ചെയ്യാൻ നിർബന്ധിക്കാത്തൊരു സ്ഥിതി വരും എന്ന് കരുതി എല്ലാവരും അന്ന് പോയി ലീവ് എടുത്തോളൊന്നുമില്ല. അപ്പോൾ ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ രണ്ട് അനുഭവങ്ങളാണ്. ചിലർക്കത് വല്ലാത്ത ഹാർഡായിരിക്കും, അന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത പ്രതിസന്ധി ഉണ്ടാവും. അപ്പോൾ അതൊരു സ്റ്റുഡൻ്റ് ആവട്ടെ, ഒരു ഉദ്യോഗാർത്ഥി ആവട്ടെ, ഉദ്യോഗസ്ഥയാവട്ടെ, അവർക്കൊക്കെ അതിൻ്റെ പ്രയാസങ്ങളുണ്ടാവും. അപ്പോൾ അതിനൊരു അനുവദനീയമായ ലീവ് ഉണ്ടാകുമ്പോൾ അത് അവർക്ക് ഉപയോഗപ്പെടുത്താം എന്ന് കരുതി പ്രയാസമില്ലാത്ത ആരും അത് ഉപയോഗിച്ചുള്ള ഞാൻ അങ്ങനെയാണെന്ന് പ്രഖ്യാപിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ആ അർത്ഥത്തിൽ വളരെ നന്മയോടുകൂടി ചെയ്തിട്ടുള്ള ഒരു പ്രവർത്തനമാണിത്. അതിനെ വലിയ തോതിൽ സ്വാഗതം ചെയ്യപ്പെടുകയാണ് ചെയ്തത്. CCN മണ്ണാർക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മഞ്ചേരി സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഗുരുതരമായ ചികിത്സാ പിഴവ് സംഭവിച്ചതായി പരാതി. ശസ്ത്രക്രിയക്കിടെ 73-കാരിയുടെ കാലിലെ പ്രധാന ഞരമ്പ് മുറിഞ്ഞുപോയതായാണ് ബന്ധുക്കളുടെ ആക്ഷേപം. സംഭവത്തെ തുടർന്ന് ആരോഗ്യനില വഷളായ വയോധികയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. CPM നേതൃത്വത്തിന്റെ തെറ്റായ നയങ്ങളാണ് പാർട്ടിയെ തകർച്ചയിലേക്ക് എത്തിച്ചതെന്നും തിരുത്തൽ വരുത്തുമെന്ന പ്രഖ്യാപനം ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയുള്ളതാണെന്നും മുൻ MLA PK ശശി. ചെർപ്പുളശ്ശേരി ഏരിയ സെക്രട്ടറിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച PK ശശി ചെർപ്പുളശ്ശേരിയുടെ നഗരവികസനം താൻ കൊണ്ടുവന്ന പദ്ധതിയാണെന്നും പറഞ്ഞു. വിദ്യാർത്ഥികൾക്ക് എല്ലാ മാസവും 3 ദിവസം ആർത്തവ അവധി നൽകുന്നതിൽ സ്ത്രീ സമൂഹത്തിൽ നിന്ന് പരാതിയുണ്ടെങ്കിൽ പുനഃപരിശോധിക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N ശംസുദ്ദീൻ. പ്രവേശനോത്സവത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പും പൂർത്തിയായതായും മന്ത്രി പറഞ്ഞു. ഇരുചക്രവാഹനത്തിൽ സഞ്ചരിക്കവേ കാട്ടുപന്നി കുറുകെ ചാടി ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർക്ക് പരിക്ക്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായ അനിതയ്ക്കാണ് പരിക്കേറ്റത്. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി.